പരിശോധനകൾ പൂർണ്ണമായും നടത്താൻ കഴിയുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിലുള്ളൊരു തീരുമാനത്തിലേക്ക് ജില്ലാ ഭരണകൂടം പോകുമോ, സർക്കാർ പോകുമോ തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഈ റെസ്ക്യൂ ഓപ്പറേഷൻ്റെ ഭാഗമായിട്ടുള്ള വിവിധ സേനാ വിഭാഗങ്ങൾ ഇത്തരം ആവശ്യം മുന്നോട്ട് വയ്ക്കുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ആ കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു വിശദീകരണം ഇന്ന് നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതേസമയം തന്നെ ഒരു ചെക്ക് ഡാം ഉൾപ്പെടെ ആ മേഖലയിൽ നിർമ്മിക്കുക എന്ന് പറയുന്നത് അത്ര കണ്ട് ബുദ്ധിമുട്ട് ഉള്ള കാര്യം തന്നെയാണ് എന്നാണ് നമ്മുടെ കാഴ്ചയിൽ തോന്നുന്നത്. ഒരു പക്ഷേ സാങ്കേതികവിദ്യ അത്രത്തോളം വളർന്ന കാലഘട്ടമാണ്, മനുഷ്യാധ്വാനം കൊണ്ട് തന്നെ പലവിധ അത്ഭുതങ്ങൾ തീർക്കുന്ന കാലഘട്ടമാണ്. ആ നിലയ്ക്ക് അത്തരം സംവിധാനങ്ങളിലേക്ക് പോകാനുള്ള ശ്രമങ്ങൾ നടത്തുമോ എന്നറിയില്ല. കേവലം അർജുൻ മാത്രമല്ല, ശരവൺ ഉൾപ്പെടെയുള്ള മറ്റാളുകളെ കൂടി കണ്ടെത്തേണ്ടതുണ്ട്. അതിനൊക്കെയുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. ആ നിലയിൽ തന്നെ രക്ഷാദൗത്യം മുന്നോട്ട് പോകുമ്പോൾ ഇനി എന്താണ് അടുത്ത പ്ലാൻ എന്നുള്ളത് അറിയാനുള്ള കൗതുകത്തിൽ തന്നെയാണ് നമ്മളിവിടെ നിൽക്കുന്നത്. പക്ഷേ ഇന്നും അല്പമെങ്കിലും നിരാശയിലേക്ക് പോകേണ്ടി വരും. ആശങ്കയുടെ മണിക്കൂറുകളിലൂടെ തന്നെ കടന്നു പോകേണ്ടി വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല. നിരാശയെന്നതിലുപരി ഒരു ഹൃദയഭാരമാണ് ദീപക് തോന്നുന്നത്. കാരണം 10 ദിവസമായി നമ്മൾ അർജുന് വേണ്ടി തിരച്ചിൽ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ദീപക് പറഞ്ഞതുപോലെ അർജുൻ മാത്രമല്ല, 3 പേരെയാണ് കാണാതായിരിക്കുന്നത്. അവർക്ക് വേണ്ടിയുള്ള അന്വേഷണം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഇത്രയധികം സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇന്നും ഒരു കൃത്യമായ വിവരം നമുക്ക് ലഭിക്കുന്നില്ല എന്നത് തന്നെയാണ് വലിയ ആശങ്കയാകുന്നത്. ഇതിൽ ചില പ്രേക്ഷകർ ചോദിക്കുന്നത് എന്തുകൊണ്ട് സ്കൂബ ഡൈവേഴ്സിന് ഇത്തരത്തിൽ വെള്ളത്തിലേക്ക് മുങ്ങിത്താഴാൻ കഴിയുന്നില്ല എന്നത് തന്നെയാണ്. ദീപക് സൂചിപ്പിച്ചതുപോലെ അടിയൊഴുക്ക്, ഈ പുഴയുടെ പ്രവചനാതീതമായ അടിയൊഴുക്ക് തന്നെയാണ് പ്രതിസന്ധി. ഒപ്പം ഈ മണ്ണും കല്ലും ഒക്കെ വന്നിങ്ങനെ അടിഞ്ഞുകൂടിയത്, മരക്കഷ്ണങ്ങൾ ഇങ്ങനെ, മരത്തടികൾ ഇങ്ങനെ അതിൽ പൂണ്ടുകിടക്കുന്നത്, മണ്ണിൽ പൂണ്ടുകിടക്കുന്നതൊക്കെ തന്നെ വലിയ പ്രതിസന്ധിയാണ് അല്ലേ. സീറോ വിസിബിലിറ്റി എന്നാണ് നാവികസേന അധികൃതർ പറയുന്നത്. കാരണം വെള്ളത്തിനടിയിലുള്ള ക്യാമറ ഉപയോഗിച്ച് പരിശോധന നടത്തുമ്പോൾ പോലും ഒന്നും കണ്ടെത്താൻ കഴിയുന്നില്ല. അത്തരത്തിൽ ഒരു അപകട സാധ്യത നിറഞ്ഞ ദൗത്യം, അതായത് അത്രയും വെല്ലുവിളി നിറഞ്ഞൊരു ദൗത്യം ഒരുപക്ഷെ അടുത്ത കാലത്തൊന്നും നമ്മളിങ്ങനെ കണ്ടിട്ടില്ല അല്ലേ. മുൻപ് നമ്മൾ പല ദുരന്തബാധിത മേഖലകളിലും പോയി റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാനിപ്പോൾ ഓർക്കുന്നത് കവളപ്പാറ ഉൾപ്പെടെയുള്ള മേഖലകളിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ എത്തിച്ചേരുന്നതിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അതേസമയം തന്നെ നിരവധിയായ മനുഷ്യരുടെ സഹായത്തോടു കൂടി തന്നെ അവിടെ പെട്ടെന്ന് തന്നെ കൂടുതൽ ആളുകളെ റെസ്ക്യൂ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളും ഏർപ്പാടുകളും ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടേക്ക് എത്തുന്ന ഘട്ടത്തിൽ അതിൽ നിന്ന് ഭിന്നമായ കാഴ്ചയാണ് കാണുന്നത്. അത് ആളുകളുടെ സഹായമില്ലെന്നോ അല്ലെങ്കിൽ അത്തരത്തിൽ സംവിധാനങ്ങൾ ഇല്ലെന്നോ എന്നുള്ളതല്ല. അതിനപ്പുറത്ത് ഇവിടുത്തെ ഭൂപ്രകൃതി എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ കണ്ട് ശീലിച്ചിട്ടില്ലാത്ത ഒരു ഭൂപ്രകൃതിയാണ്. ഈ മണ്ണിൻ്റെ ഉറപ്പ് അത്ര കണ്ട് കുറഞ്ഞ ഒരു ശേഷിയിലുള്ളതാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ മലബാർ മേഖലയിലൊക്കെ ചീടിമണ്ണെന്ന് പറയും, അതായത് അത്ര കണ്ട് ഉറപ്പില്ലാത്ത, നമ്മൾ ചവിട്ടിയാലൊക്കെ അങ്ങ് നിരങ്ങിപ്പോകുന്ന തരത്തിലുള്ള മണ്ണ്. ആ മണ്ണാണ് ഈ മേഖലയിൽ പൊതുവെ കാണാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ അതിനൊപ്പമുള്ളത് വലിയ പാറക്കല്ലുകളാണ്. ആ പാറക്കല്ലുകൾ ആണ് ഈ താഴേക്ക് പതിച്ച് വന്നിരിക്കുന്നത്. ഈ മണ്ണെടുപ്പിൻ്റെ ഭാഗമായി, ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട മണ്ണെടുപ്പിൻ്റെ ഭാഗമായി അങ്ങനെ താഴേക്ക് ഒഴുകി വന്നിരിക്കുന്നത്. ആ മണ്ണ് ഇപ്പോഴും ഉറപ്പില്ലാതെ തന്നെയാണ് ഈ നദിയുടെ കരയിലും കിടക്കുന്നത്. അവിടേക്ക് ഒരു ബൂം എക്സ്കവേറ്റർ ഉൾപ്പെടെയുള്ള യന്ത്രങ്ങൾ കൃത്യമായി പ്ലേസ് ചെയ്യണമെങ്കിൽ പോലും അതിന് പോലും നമ്മൾ ഏറെ പണിപ്പെടേണ്ട സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ്. ആ നദിയുടെ താഴ്വാരത്തേക്ക് അല്ലെങ്കിൽ അടിത്തട്ടിലേക്ക് ഇറങ്ങി നിന്ന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കണമെങ്കിൽ പോലും കൂടുതൽ ശ്രമകരമായ ദൗത്യം അനിവാര്യമാണ് എന്നുള്ളതാണ് അവിടെ നിന്ന് നമുക്ക് പോയി കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ഇരിക്കെയാണ് ഈ രക്ഷാദൗത്യം ഇങ്ങനെ നീണ്ടുപോകുന്ന ഒരു സാഹചര്യവും കൂടി ഉണ്ടാകുന്നത്. അതിൽ നമുക്ക് ആരെയും കുറ്റപ്പെടുത്താൻ കഴിയില്ല. കാരണം അവിടെ നിൽക്കുന്ന ഓരോ ഉദ്യോഗസ്ഥരും, ഓരോ റെസ്ക്യൂ മിഷൻ്റെ ഭാഗമായിട്ടുള്ള ആളുകളും അവർ അനുഭവിക്കുന്ന വേദനകൾ അത്രത്തോളം ഉണ്ട് എന്ന് ആ മേഖലയിൽ പോയി നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ നിൽക്കുന്ന ഈ പ്രദേശത്ത് പോലും ഇങ്ങനെ വലിയ രീതിയിൽ മഴ പെയ്യുകയും ആ മഴയെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയാതെ നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ട്. ഇന്ന് രാവിലെ നമുക്ക് ലൈവിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് നമ്മുടെ കുടയടക്കം പിടിച്ച് നിൽക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിലാണ് അവർ ഈ നദിയിലേക്ക് ഇറങ്ങുന്നതും ഡിങ്കി ബോട്ടിൻ്റെ സഹായത്തോടു കൂടി 4-5 പേർ ചേർന്ന് നിന്നുകൊണ്ട് രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമാക്കുകയും ചെയ്തത്. അതിന് താഴേക്ക് പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അവിടെ ഒന്ന് സ്റ്റേബിളായി നിൽക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഒഴുക്കിലേക്ക് പെട്ടുപോകുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുന്നുവെന്നാണ് പറയുന്നത്. അങ്ങനെ ആ ഒഴുക്കിലേക്ക് പെട്ടുപോകുന്ന സ്ഥിതി ഡൈവേഴ്സിനെ സംബന്ധിച്ച് പോലും ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ എത്രത്തോളം ആയിരുന്നിരിക്കണം അവിടുത്തെ ഒരു കുത്തൊഴുക്ക് എന്ന് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാകും. അതുപോലെ തന്നെ ആർമി ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ ആദ്യഘട്ടം മുതൽ ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായ SDRF, NDRF ഒക്കെ ആ മലയുടെ താഴ്വാരത്ത് നിന്നുകൊണ്ട് പോലും ജോലികൾ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. മെറ്റൽ ഡിറ്റക്ടർ ഉൾപ്പെടെ അവിടെ കൊണ്ടുപോയി പരിശോധനകൾ നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്.
ആ കാഴ്ചകളൊക്കെ കാണുമ്പോൾ ആ മേഖലയിലേക്ക് ഇറങ്ങി നിൽക്കുമ്പോൾ മാത്രമാണ് എത്രത്തോളം ശ്രമകരമായ ദൗത്യമാണ് ഈ റെസ്ക്യൂ മിഷൻ്റെ ഭാഗമായി അവർ നടത്തിയിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഏറെ ശ്രമകരമായ ദൗത്യമാണ്. പ്രത്യേകിച്ച് ഗംഗാവലി എന്ന് പറയുന്നത് നമ്മൾ കണ്ട് ശീലിച്ചതിനേക്കാൾ വലിയ വലിപ്പമുള്ള, അത്രത്തോളം ആഴമുള്ള, അത്രത്തോളം രൗദ്ര സ്വഭാവം ഏത് സമയത്തും എടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു നദിയാണ്. ആ നദിയുടെ പ്രതലത്തിൽ നിന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ വെള്ളത്തിന് മുകളിൽ നിന്നുകൊണ്ടാണ് ഇത്രയേറെ വലിയ ദൗത്യത്തിന് ഇവർ തയ്യാറാകുന്നത്. ഒപ്പം തന്നെ ഇന്നിപ്പോൾ ഡ്രോൺ എത്തിക്കുമ്പോൾ പോലും ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി ആ മിഷൻ എങ്ങനെ വിജയിപ്പിക്കാമെന്നുള്ളത് സംബന്ധിച്ചുള്ള ആലോചനകൾ തന്നെയാണ് പുരോഗമിക്കുമ്പോൾ. ആശാവഹമായ ചില സൂചനകൾ ആ തരത്തിൽ കിട്ടുമ്പോൾ ഇനി നമുക്ക് കുറച്ചുകൂടി പ്രതീക്ഷ വയ്ക്കാം. ഏതായാലും ഇത്രയും കാലം കാത്തു നിൽക്കേണ്ട ആ ഒരു ഗതികേട് നമുക്ക് വന്നു. പക്ഷേ ഇനി അങ്ങോട്ടെങ്കിലും പെട്ടെന്ന് തന്നെയുള്ള ഒരു റിസൾട്ട് എന്നതിലേക്ക് എത്തുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിൽ മാത്രം മുന്നോട്ട് പോകാനേ ഈ ഘട്ടത്തിൽ കഴിയുകയുള്ളൂ. ഈ ദുരന്തഭൂമിയിൽ നിൽക്കുമ്പോൾ പോലും ശുഭാപ്തി വിശ്വാസം കൈവിടാതെ മുന്നോട്ട് പോകുക എന്നുള്ളത് മാത്രമേ നമുക്ക് പങ്കുവെക്കാനും കഴിയൂ. വിനീത, ദീപക്, നമ്മൾ നേരത്തെ അവിടെ ഉള്ള ജനപ്രതിനിധികൾ, ഈ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്ന ജനപ്രതിനിധികളുമായി സംസാരിക്കുമ്പോൾ അവരും ഈ പ്രതീക്ഷ തന്നെയാണ് പങ്കുവെക്കുന്നത്. ഇന്നിപ്പോൾ കുറെ കൂടി സാങ്കേതിക വിദ്യയുടെ സഹായം കൊണ്ടുവന്ന് അവിടെ രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ കൃത്യമായ ലീഡുകൾ കിട്ടുന്നു എന്നതിൽ അവർക്കും പ്രതീക്ഷയുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയൊക്കെ നടത്തുമ്പോൾ കൃത്യമായ സിഗ്നലുകൾ ലഭിക്കുന്നത് ഏറെ ആശാവഹമാണ് എന്ന് തന്നെയാണ് അവർ പറയുകയും ചെയ്യുന്നത്. അല്പസമയത്തിനകം തന്നെ ബ്രീഫിംഗ് ഉണ്ടാവുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ രക്ഷാദൗത്യം അവസാനിപ്പിച്ച ശേഷം, ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ച ശേഷം മാധ്യമങ്ങളെ കാണുമെന്നാണോ കരുതേണ്ടത്? ഈ ഡ്രോണിൻ്റെ രാത്രിയിലെ തിരച്ചിൽ തുടരുമെന്ന് പറയുമ്പോൾ അവർക്കുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ ഒരുക്കേണ്ടതുണ്ടല്ലോ. അത്തരത്തിൽ സജ്ജമാണോ? അവിടെ പ്ലാൻ ബി നടപ്പാക്കുന്നതിൽ സജ്ജമാണോ? എങ്ങനെയാണ് അധികൃതർ നൽകുന്ന വിവരം എങ്ങനെയാണ്? പ്രത്യേകിച്ച് നമുക്കറിയാം മഞ്ചേശ്വരം MLA MK രാഘവൻ MP ഒക്കെ അവിടെ തന്നെ തുടരുകയാണ്. കാർവാർ MLA സതീഷ് സെയിലിൻ്റെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. SP-യും കളക്ടറും ഉൾപ്പെടെയുള്ളവർ രാവിലെ മുതൽ അവിടെയുണ്ട്. ഓരോ നീക്കവും അവർ തന്നെ വിലയിരുത്തുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിൻ ഡ്രോപ്പ് സൈലൻസ് ആയിരുന്നു നേരത്തെ അവിടെ രക്ഷാദൗത്യം നടക്കുന്ന സ്ഥലത്തെന്ന് ദീപക് പറഞ്ഞു. ഒപ്പം നമ്മൾ ജിതിനുമായി സംസാരിക്കുമ്പോഴും അവരെല്ലാം തന്നെ ഏറെ പ്രതീക്ഷയോടെയാണ് ഇപ്പോഴത്തെ ഈ ഘട്ടത്തെ നോക്കിക്കാണുകയും ചെയ്യുന്നത്. എപ്പോഴത്തേക്കായിരിക്കും വാർത്താ സമ്മേളനം എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്താണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്നറിയുന്നതിന് വേണ്ടി ആകാംക്ഷയോടെ നമ്മൾ കാത്തിരിക്കുകയാണ്.